എല്ലാവർക്കും നമസ്കാരം. ലിബീസ് കിച്ചണിലേക്ക് സ്വാഗതം. എല്ലാവർക്കും ബിലേറ്റഡ് ഹാപ്പി ഓണം. അപ്പോൾ നമ്മളൊരു പുതിയ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. പുതിയല്ല, ഒരു ചെറിയൊരു ഓണത്തിൻ്റെ ഒരു വ്ലോഗാണ് നമ്മളിന്ന് കാണിക്കുന്നത്. അപ്പോൾ കണ്ടില്ലേ, ഈ പ്രാവശ്യത്തെ ഓണം നമ്മുടെ ഈ കൊച്ചൂസുകൾക്ക് വേണ്ടിയിട്ടാണ്. നമ്മുടെ നിയാമോക്കും ഇവാനിയമ്മോക്കും വേണ്ടിയിട്ടാണ്. അപ്പോൾ അവർ നേരത്തെ തന്നെ വേണ്ട പൂവെല്ലാം പറിച്ചിട്ട് അത്തപ്പൂ ഇടാനുള്ള പരിപാടിയാണ്. നിയാമോൾക്ക് ഭയങ്കര ഇഷ്ടമാണ് അത്തപ്പൂ ഇടാനായിട്ട്. അപ്പോൾ ആ തലേന്ന് തന്നെ അവൾ പൂവെല്ലാം പറിച്ചിട്ട് ചെറുതായിട്ട് ഇങ്ങനെ അത്തപ്പൂ ഇട്ട് തന്നെത്താനെ ഇങ്ങനെ കളിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ കൂടെ ഈ ചെറുതും കൂടി ഇരുന്ന് കളിക്കുകയാണ്. അവൾ അത്തപ്പൂ ഇടുന്നതിൻ്റെ കൂട്ടത്തിൽ അവളതെല്ലാം മാറ്റി മാറ്റി കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ ഓണസദ്യയുടെ അല്ലെങ്കിൽ ഓണത്തിൻ്റെ ആദ്യത്തെ പരിപാടി എന്ന് വെച്ചാൽ നമ്മൾ ഏത്തയ്ക്ക ഉപ്പേരിയാണ്. അപ്പം നമ്മൾ എല്ലാ വർഷവും നമ്മൾ സാധാരണ ഇപ്പോൾ കുറച്ച് നാളായിട്ട് വാഴയ്ക്ക ഉപ്പേരി വാങ്ങിക്കുകയാണ്. ഈ പ്രാവശ്യം കുഞ്ഞുങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമ്മളൊരു വലിയ ഏത്തക്കൊല വാങ്ങിച്ചു. എന്നിട്ട് ഏത്തയ്ക്ക ഉപ്പേരി ഉണ്ടാക്കുകയാണ് ചെയ്തത്. ആദ്യം നമ്മൾ ഇതിൻ്റെ ഏത്തക്കായുടെ തൊലി കളയത്തില്ല. അത് നമ്മൾ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് തോരൻ ഉണ്ടാക്കാറുണ്ട്. അങ്ങനെ നമ്മുടെ ഏത്തയ്ക്ക ഉപ്പേരിയൊക്കെ നമ്മൾ വറുത്തെടുത്തിട്ടുണ്ട്. വീട്ടിൽ വറുക്കുന്ന ഉപ്പേരിക്ക് ഒരു പ്രത്യേക സ്വാദ് തന്നെയാണ്, അത് പറയാതിരിക്കാൻ പറ്റത്തില്ല. പിന്നെ നമ്മൾ അതേപോലെ തന്നെ നമ്മൾ ശർക്കര വരട്ടിയൊക്കെ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ തലേന്ന് ഉണ്ടാക്കി വെക്കുന്ന സാധനങ്ങളാണ് ഇഞ്ചിക്കറി, മാങ്ങാച്ചാറ്, മോര് കാച്ചിയതൊക്കെ. നമ്മുടെ നിയമോള് മാങ്ങാച്ചാർ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അവളതിൻ്റെ ടേസ്റ്റ് നോക്കുവാണ് ഇപ്പോൾ. അങ്ങനെ നിയാമോളും ഷീമോളും കൂടെ രാവിലെ ചെറിയ അത്തപ്പൂക്കളമൊക്കെ ഇട്ടു. കുഞ്ഞുങ്ങൾക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ. അവർ ശരിക്കും എൻജോയ് ചെയ്താണ് അത്തപ്പൂക്കളമൊക്കെ ഇട്ടത്. അവരുടെ സന്തോഷത്തിനാണല്ലോ നമ്മളിതൊക്കെ ചെയ്യുന്നത്. അങ്ങനെ നമ്മുടെ പീക്കിരീസ് സദ്യ ഉണ്ടാൻ റെഡി ആയിട്ടിരിക്കുക കേട്ടോ. കണ്ടില്ലേ, പപ്പടമൊക്കെ കഴിക്കുകയാണ്. അവർ ശരിക്കും എൻജോയ് ചെയ്തിട്ടുണ്ട് ഈ ഓണം. അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മൾ സദ്യ വിളമ്പുന്നതാണ്. അപ്പോൾ ഞാൻ ഷിമോളും കൂടെ സദ്യയെല്ലാം വിളമ്പി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമ്മുടെ ഇങ്ങോട്ട് അത്യാവശ്യം എല്ലാ സാധനങ്ങളും ഞങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ പപ്പടത്തിൻ്റെ അപ്പുറത്തിരിക്കുന്നത് നമ്മുടെ വാഴക്കാട് തൊലി കൊണ്ടുള്ള തോരനാണ്. പയറും കൂടെ വെച്ചിട്ട്, വൻപയറും കൂടെ വെച്ചിട്ടുള്ളത്. പിന്നെ നമ്മുടെ ഇങ്ങോട്ടൊക്കെ ഉള്ളതെന്ന് വെച്ചാൽ ചെറുപയർ അലവാക്കിയിട്ടുള്ള പരിപ്പ് കറിയാണ്. അതിൻ്റെ കൂടെ നെയ്യ് ഒഴിക്കും, അതാണ് ഏറ്റവും ടേസ്റ്റാണ്. പിന്നെ അത്യാവശ്യം കറികളെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പച്ചമോര്, മോര്, സാമ്പാർ, രസം, പുളിശ്ശേരി, പിന്നെ സേമിയ പായസം, അങ്ങനെ അത്യാവശ്യം എല്ലാ കറികളും ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയാണ് മെയിനായിട്ട് നമ്മൾ ഈ സദ്യ തന്നെ ഉണ്ടാക്കിയത്. അവർ ശരിക്കും അവർക്ക് ഇഷ്ടപ്പെട്ടു. അവർ ശരിക്കും അവർ എൻജോയ് ചെയ്തു ഓരോ സംഭവങ്ങളും.
അങ്ങനെ ഓരോണം കൂടെ എല്ലാ പ്രാവശ്യത്തെയും പോലെ കഴിഞ്ഞു പോയി. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഓണാശംസകൾ കഴിഞ്ഞെങ്കിലും. അപ്പം നമുക്ക് വീണ്ടും കാണാം നല്ല വീഡിയോസുമായിട്ട്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ, ടേക്ക് കെയർ.